നമസ്കാരം. ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി ഒക്ടോബർ ആദ്യവാരത്തോടുകൂടി ഉണ്ടാകാൻ സാധ്യത. ബോധ്ഗയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത് സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകിയത്. ബോധ്ഗയ കേസ് ശബരിമല വിധി വന്നതിന് ശേഷം മാത്രം പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ശബരിമല കേസിലെ വിധി ഒക്ടോബർ ആദ്യവാരം പ്രതീക്ഷിക്കാമെന്നും അതിനുശേഷം ബോധ്ഗയ കേസ് ഒക്ടോബർ 6-ന് പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ ആദ്യം 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിച്ചത്. തുടർന്ന് മതസ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെയുള്ള വിശാലമായ നിയമപ്രശ്നങ്ങളടങ്ങിയ 7 ഭരണഘടനാ ചോദ്യങ്ങൾ ഈ ബെഞ്ച് തയ്യാറാക്കുകയുണ്ടായി. ഈ ചോദ്യങ്ങളിലാണ് 9-അംഗ വിശാല ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടത്. നിലവിൽ 9-അംഗ ബെഞ്ച് നൽകുന്ന റെഫറൻസ് ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും 5-അംഗ ബെഞ്ച് വീണ്ടും പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേട്ട് അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത്. ഈ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിലപാടും ഏറെ ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് 17 പേജുകളുള്ള പുതിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഭരണഘടനാപരമായ 7 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ശബരിമലയിൽ വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങളിൽ കോടതി ഇടപെടലോ പരിശോധനയോ നടത്തുന്നുണ്ട് എങ്കിൽ അത് ആ വിഭാഗത്തിലെ പണ്ഡിതന്മാരുമായും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ് സർക്കാർ ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആചാരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുന്നോടിയായി കൃത്യമായ പഠനവും ചർച്ചകളും അനിവാര്യമാണ് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു നിഷ്പക്ഷ വിഭാഗം എന്ന നിലയിൽ ഇത്തരം പണ്ഡിതരുടെയും പരിഷ്കർത്താക്കളുടെയും അഭിപ്രായം തേടുന്നത് നീതിപൂർവമായ തീരുമാനത്തിലെത്താൻ സഹായിക്കും എന്നാണ് സർക്കാരിന്റെ വിശദീകരണം.